കർമ്മ 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 അല്ലേ? കർമ്മയ്ക്ക് എനിക്ക് വിശ്വാസമില്ല. കർമ്മയ്ക്ക് വേണ്ടി സമയവും എനിക്കെടുക്കാൻ സമയമില്ല. കർമ്മ നോക്കി നിന്ന് കഴിഞ്ഞാൽ കർമ്മ വരട്ടെ, കർമ്മ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടുപോകും. പലതും ഞാൻ കാണേണ്ട ഗതിയിൽ വരും, പലതും ഞാൻ കേൾക്കേണ്ടി വരും. എനിക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫയൽ ചെയ്ത് ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പേടിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ, ഈ കുറച്ച് മുന്നേ വരെ ഞാൻ പേടിച്ച് തന്നെയാണ് ജീവിച്ചത്. ഇന്നാളെ വ്യക്തിയെ വെച്ച് ഫിറോസിനെ പേടിച്ച് 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 ഇവിടം വരെ എത്തി. എനിക്കിനി പേടിക്കാൻ വയ്യ. കാരണം എൻ്റെ ലൈഫിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്, എൻ്റെ വീട്ടുകാരെ ഓർത്ത് എല്ലാം വെച്ച് ഞാൻ ക്ഷമിച്ച് നാണക്കേടാണ് നമ്മളിത് സോഷ്യൽ മീഡിയയിലൂടെ ഇടുന്നോറും എൻ്റെ കുഞ്ഞിനിത് ബാധിക്കും എന്ന് പേടിച്ചിട്ട് മാത്രം. എൻ്റെ റോവലിന് അവൻ്റെ പപ്പയെ ഇഷ്ടമാണ്. ആ ഒരു കാര്യം ഓർത്ത് മാത്രം, എൻ്റെ കുഞ്ഞിന് ബാധിക്കരുതെന്ന് മാത്രം ഓർത്ത് മാത്രം ഞാനിതെല്ലാം വെളി പറയാതെ മിണ്ടാതെ ക്ഷമിച്ച് കയറും തോറും തലയിൽ കയറി എന്നല്ല, അതിനപ്പുറം കയറി എന്നെ ചൊരിയാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല. ഞാനതുകൊണ്ട് നിയമവശാൽ നിയമം പോലെ ഞാൻ ലീഗലി പോയേക്കുവാണ്. കാര്യങ്ങളെല്ലാം ലീഗലി പോയെങ്കിലും ഈ മീഡിയയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, ഒരു സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ നമ്മളൊരു ആക്ടർ ആയതുകൊണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇപ്പം വിവാദം നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലും ഇത് പറയണം. കാരണം നിങ്ങളാണ് എന്നെ വളർത്തി ഇത്രയും ആക്കിയത്. അപ്പം ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ സഹിതം തെറ്റാണല്ലോ എന്ന് പറയും. അപ്പം മറുവശം കൂടെ കേട്ടിട്ട് കുറേ ചാനൽസ് എടുത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് കൂടെ അടുത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഇട്ട് തരിക. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എനിക്ക് ഇനിയെങ്കിലും പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റാണ്, എൻ്റെ ഫിറോസിൻ്റെയും. 2024 ഒക്ടോബർ 23 ഞങ്ങളെ മാരേജ് നടന്നത്. ഈ മാരേജ് നടക്കുന്നതിന് മുന്നേ ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേത് ഒരു അറേഞ്ച് മാരേജ് അല്ല, ചെറിയൊരു ലവ് മാരേജാണ്. ഈ പുള്ളി എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്നതും സംസാരിക്കുന്നതും ഞങ്ങൾക്ക് ഒരു മാസത്തെ ചെറിയൊരു സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ സമയത്ത് ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി സെക്കൻഡാണ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ് ഡിവോഴ്സാണ്, എനിക്കതിലൊരു കുഞ്ഞുണ്ട് എന്നെല്ലാം പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ലൈഫിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടു, നല്ല ബന്ധമാണെന്ന് ചിന്തിച്ച് ഒരു മാസം കൊണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങളെ വീട്ടിൽ ആലോചിക്കുന്നു. കാരണം എനിക്ക് ഓൾറെഡി കല്യാണപ്രായം 20 വയസ്സുള്ള ആ സമയത്ത്. അപ്പം ആദ്യത്തെ ലൈഫിൽ ഒന്ന് പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ വരുന്നതും. അവരെൻ്റെ വീട്ടുകാർ നോക്കിയപ്പം ഓക്കെ, നമ്മളെ റിലേറ്റീവുകളുടെ അടുത്തെല്ലാം ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്, നല്ലൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മളെ ബന്ധുക്കാരിലെല്ലാം ചോദിക്കുമ്പോൾ പറയുന്നു. വേറെ ദുശീലങ്ങളൊന്നുമില്ല. അന്നത്തെ കാര്യങ്ങൾ ദുശീലങ്ങളാണല്ലോ നോക്കുന്നത്, വേറെ ദുശീലങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. ഈ ദുശീലങ്ങൾ എന്നുള്ളത് സാധനങ്ങൾ ഈ വീട്ടുകാരുടെ അടുത്ത് മുന്നിലാണല്ലോ ഈ ദുശീലങ്ങളൊന്നും കാണിക്കാത്തത്. പുറമേ എന്താണെന്നുള്ളത് ആർക്കും പറയാൻ പറ്റത്തില്ല, അനുഭവങ്ങൾ വരുമ്പോഴാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് മാരേജിന് സമയമായി, മാരേജ് കഴിഞ്ഞു. ഈ പുള്ളിക്കാരൻ എൻ്റെ ലൈഫിലോട്ട് വരുമ്പം എൻ്റെ കുഞ്ഞുണ്ട്, എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാം, സെക്കൻഡ് ഫാദറാണ്, പൊന്നുപോലെ നോക്കാം എന്ന് പറഞ്ഞ് വന്ന വ്യക്തി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യെ എൻ്റെ കുഞ്ഞിനെ കാണാൻ വിടാൻ സമ്മതിക്കുന്നില്ല. ആദ്യത്തെ മാസം ആയതുകൊണ്ട് കുറച്ച് നാൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, പുതുമുടി ആയതുകൊണ്ട് ഒന്ന് മാറ്റി നിർത്താം, കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കാം, നിങ്ങൾ പോയി വന്ന് കണ്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ തന്നു വിടാമെന്ന് പറഞ്ഞു. ആദ്യത്തെ മാസം ആയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞിനെ കാണാൻ പോകുന്നതും കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കുന്നതും എല്ലാം പയ്യെ ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങളുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു പ്രശ്നം മുളച്ചു കഴിഞ്ഞു ഈ ഒരു പ്രശ്നത്തിൽ. എന്നിട്ടും ഞാൻ സഹിച്ച് നിന്നു. കാരണം സെക്കൻഡ് മാരേജ് അല്ലേ, നാട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാരുടെ മുന്നിൽ ഞാൻ എന്താണ്, എൻ്റെ രണ്ടാമത്തെ മാരേജും അതും പ്രശ്നമായി എന്ന് പറയുന്നത് പേടിച്ച് തന്നെ സത്യം പറഞ്ഞാൽ പലതും മിണ്ടാതിരുന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് 2 മാസമായപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഞാനും എനിക്ക് പ്രഗ്നൻ്റ് ആയി. ആ സമയത്തും എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കുഞ്ഞിന് 2.5 വയസ്സേ ഉള്ളൂ.
ആ സമയത്ത് എനിക്ക് രണ്ടാമതൊരു കുഞ്ഞെന്ന് പറയുമ്പം അവൾക്ക് കൊടുക്കുന്ന ഒരു കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ ഒരു 5 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞാൽ ആ ഒരു സാധനമാണ്. അതും ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ആദ്യം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അപ്പം പറഞ്ഞു, സച്ചിന എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നില്ല. അവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല, എനിക്ക് കുഞ്ഞിൻ്റെ മിസ്സിങ് ആണ്, എനിക്ക് കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ ഞാൻ മെൻ്റലി കുറച്ച് ഡിപ്രഷനായി പോവും, അതുകൊണ്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് കുഞ്ഞെങ്കിൽ കുഞ്ഞാവാന്നുള്ളൊരു പ്ലാനിങ് ആയി. നെക്സ്റ്റ് മന്ത് തന്നെ കുഞ്ഞാവുന്നു, പ്രഗ്നൻ്റ് ആയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞിനെ വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് ഈ മോനുണ്ടായ സമയത്തെ, വയറ്റിലുണ്ടാകുന്ന സമയത്തെ ഈ പ്രശ്നങ്ങൾ മൊത്തവും കരച്ചിലും ബഹളം, രാത്രി പുതപ്പിട്ട് മൂടിയിട്ട് ഞാൻ ഇരുന്ന് കരയും, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ വിളിക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പറയാത്തൊരു വല്ലാത്തൊരവസ്ഥ. ഇതെല്ലാം അനുഭവിക്കുന്നവർക്കേ ഈ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ തെറ്റ് പറയും, നീ എന്തിനാ ഈ രണ്ടാമത് മാരേജ് ചെയ്യാൻ പോയി ഒരു മോളെ വെച്ചിട്ട്. ശരിയാണ്, അത് നമ്മൾ ആ പ്രായത്തിൽ ചിന്തിക്കത്തില്ല. പല തെറ്റുകളും പല കമൻറ്റുകളും ഇനി വരുമായിരിക്കും. പക്ഷേ ഈ സിറ്റുവേഷനിൽ പോകുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ ലൈഫ് എന്താണെന്നും ഇതെന്താണെന്നും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിലൂടെ പോവാത്ത ആൾക്കാർക്കെല്ലാം ഇത് ചിലപ്പോൾ തെറ്റായിട്ട് തന്നെ തോന്നും. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറയാൻ പോകുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ പെണ്ണ് കാരണം എൻ്റെ കുഞ്ഞ് നൊന്നുകൊണ്ടിരിക്കുക, ഈ പെണ്ണില്ലായിരുന്നെങ്കിൽ നമ്മളെ ലൈഫ് നന്നായേനെ.